ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെന്ന ഫ്ലോറലിൻ്റെ ഒരു ഡിസൈനായിട്ടാണ്. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വരച്ചിട്ട് കാണിക്കാം. ആദ്യമായിട്ട് തന്നെ ഇതുപോലെ നമ്മൾ ഈ ഒരു ഡ്രോപ്പിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു പെറ്റലാണ് വരച്ചിട്ട് കൊടുക്കുന്നത്. അതിനടുത്തായിട്ട് വീണ്ടും അതിനെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും ഒരു പെറ്റൽ വരച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ മറ്റേ സൈഡിലും വരച്ചിട്ട് ഇപ്പോൾ 3 പെറ്റലായിട്ടുണ്ട് അല്ലേ. ഇനിയും നമുക്ക് പെറ്റൽ വേണം കേട്ടോ. അതിൻ്റെ മുകളിലൂടെ ആയിട്ടാണ് ഞാൻ ഈ ഒരു പെറ്റൽസ് വരച്ചിട്ട് കൊടുക്കുന്നത്. അതായത് ഒന്ന് വരയ്ക്കുന്നതിൻ്റെ കുറച്ചൊരു ഉയർത്തി വേണം കേട്ടോ മറ്റേ പെറ്റൽ വരയ്ക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. വീണ്ടും അതേപോലെ ഒരു പെറ്റൽ കൂടെ 2 സൈഡിലും വരച്ചിട്ട് കൊടുക്കുകയാണേ. അതിനുശേഷം ഇതുപോലെ ഞാൻ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ കണ്ടില്ലേ, റൗണ്ടായിട്ട് ചെറിയ രീതിയിൽ തിന്നായിട്ട് വേണം കേട്ടോ. ഒരിക്കലും ഇത് തിക്കാക്കാൻ വേണ്ടി പാടില്ലേ. തിന്നായിട്ടാണ് ഞാൻ വരച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഓരോ പെറ്റൽസ് നമുക്ക് വരച്ചിട്ട് കൊടുക്കാനുണ്ട്. അതിനുശേഷം ഇവിടെ നിന്നാണ് ഈ ഒരു പെറ്റൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ. ഇനി നമുക്ക് ഈ ഒരു റൗണ്ടായിട്ട് ഈ ഒരു പെറ്റൽ തന്നെയാണ് കേട്ടോ സെയിം ആയിട്ട് നമുക്ക് വരയ്ക്കേണ്ടത്. ഇനി അടുത്ത പെറ്റൽ വരയ്ക്കുമ്പോൾ ഇതേപോലെ കുറച്ചൊന്ന് വളച്ചിട്ട് വേണം കേട്ടോ, നിങ്ങൾ ഉള്ളിലോട്ടാക്കിയിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക. അതേപോലെ മറ്റേ സൈഡിലും ഞാൻ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ ആവണം കേട്ടോ. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് നല്ല നീറ്റിൽ തന്നെ വരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. കണ്ടില്ല, അതേപോലെ ഓരോ പെറ്റൽസും വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നീറ്റിൽ തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതിന് ശേഷമായിട്ട് ഓരോ പെറ്റൽസിനും നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ, ഒരു ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാനിത് ഓരോ ഇതളിനും ഷെയ്ഡ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. വളരെ തിന്നായിട്ട് വേണേ ഈ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും തിക്കായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിങ്ങളും എൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ നമ്മുടെ ഷെയ്ഡിങ് ഒക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മളിത് ഈ ഒരു അകത്തുള്ളിൽ വരച്ചിട്ടുള്ള ഈ ഒരു ഡ്രോപ്പ് പോലെ വരച്ചില്ലേ, അതിനും നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അടിയിലും മുകളിലും ഷെയ്ഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലുള്ള ഷെയ്ഡിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം ഓരോ പെറ്റൽസിൻ്റെയും നമ്മൾ പുറത്തോട്ടുള്ള ആ ഒരു ഭാഗം നല്ല തിക്കായിട്ട് തന്നെ ഒരു ഔട്ട്ലൈൻ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കണ്ടില്ലേ, നല്ല തിക്കായിട്ട് തന്നെ പ്രഷർ കൂട്ടിയിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ഫ്ലവർ കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേക്കും മനസ്സിലാവുന്നുണ്ടാവില്ലേ, നല്ലൊരു ഭംഗിയുള്ള പോലെ തോന്നും നമുക്ക് ഇത് ഇവിടെ ഡാർക്കൻ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങളതും കംപ്ലീറ്റ് ആയോ? ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ നമുക്ക് കിട്ടി അല്ലേ. ഇനി
നമുക്കിത് ലീഫൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലീഫ് വരക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഇങ്ങനെയാണ് വരച്ചിട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ, സിമ്പിളായിട്ട് ഇതേപോലെ ഇങ്ങനെ ലീഫ് കുഞ്ഞി ലീഫ് വരച്ചിട്ട് അതിനകത്തായിട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ പ്രഷർ കൂട്ടിയിട്ട് വേണം കേട്ടോ ഫില്ല് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്തിട്ട് കൊടുക്കുമ്പം എപ്പോഴും ഒരേ പ്രഷറിൽ തന്നെ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴാണ് നല്ലൊരു ഭംഗിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നല്ലൊരു പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ. നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ലീഫ് കുറച്ചുകൂടെ ഒരു എടുത്ത് കാണിക്കുന്ന രീതിയിൽ, ഒരു പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളത് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓരോന്ന് നമ്മൾ വരച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മെഹന്ന കൂണ് വന്നിട്ട് അതിൻ്റെ ഒരു ടിപ്പ് നമ്മൾ എപ്പോഴും ഒന്ന് തുടച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിലാണ് അത് നീറ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ടിപ്പിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള പോലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ടിഷ്യൂവോ വെറ്റ് ടിഷ്യൂ ഒക്കെ നിങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ ഫ്ലവറിൻ്റെ ഈ ഒരു ഭാഗത്തും അതേപോലെ നേരത്തെ കാണിച്ചിട്ടുള്ള അതേപോലെ ലീഫ് വരച്ച് അതിനകത്തായിട്ട് ഞാൻ ഫില്ല് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ലീഫ് തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വൈൻസോ ടിയർ ഡ്രോപ്സോ എന്ത് രീതിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതേ ആ ഒരു ലീഫ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് കേട്ടോ. ഇനി അടിയിൽ ഞാൻ വേറെ ടൈപ്പിൽ വരുന്ന ലീഫാണ് വരച്ചിട്ട് കൊടുക്കുന്നത്. ഇതേപോലുള്ള ലീഫ്. ഓക്കെ, ഇതേപോലെ ഞാൻ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് ഷെയ്ഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ലീഫായിരിക്കും കേട്ടോ ഇത്. മക്കളെ, ഞാൻ മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ബേസിക് എലമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ബേസിക്കായിട്ടുള്ള എലമെൻറ്റ്സൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പല ഡിസൈനും നമുക്ക് വരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് നമുക്ക് നല്ല രീതിയിൽ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ ഈ ഒരു ലീഫും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ നേരത്തെ ഓരോ പെറ്റൽസിനും നമ്മൾ ഔട്ട്ലൈൻ വരച്ചിട്ട് കൊടുത്തതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലീഫിനും ഈ ഒരു 3 ലീഫുണ്ട് അല്ലേ, ഈ ഒരു 3 ലീഫിനും ഔട്ട്ലൈനായിട്ട് നല്ല തിക്കായിട്ട് പ്രഷർ കൂട്ടിയിട്ട് നമ്മൾ വരച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.